ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. IPLന്റെ ചരിത്രത്തിൽ ഇതേവരെ കിരീടം നേടാൻ കഴിയാത്ത ടീമുകളിലൊന്നാണ് പഞ്ചാബ് കിങ്സ്. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് ആവട്ടെ കഴിഞ്ഞ 3 സീസണുകൾക്കുള്ളിൽ തന്നെ 2022 കിരീടവും 2023 റണ്ണേഴ്സപ്പുമായി. ടൂർണമെന്റിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 ടീമുകളാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ച് ഇത് ഒരുപാട് പ്രതീക്ഷകളുടെ വർഷമാണ്. കോച്ചായി ഓസീസ് ഇതിഹാസം റിക്കി പോണ്ടിംഗ്, ക്യാപ്റ്റനായി കഴിഞ്ഞ വർഷം KKRന് കിരീടം നേടിക്കൊടുത്ത ശ്രേയസ് അയ്യർ. IPLൽ മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലും ക്യാപ്റ്റനായി നിരവധി കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ശ്രേയസ് അയ്യർ. പഞ്ചാബ് ആരാധകർക്ക് സന്തോഷിക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? പ്രഭ്സിമ്രാൻ സിംഗ്, ശശാങ്ക് സിംഗ് എന്നീ 2 താരങ്ങളെ മാത്രം നിലനിർത്തി ടീം മൊത്തത്തിൽ അഴിച്ചു പണിയുകയാണ് റിക്കി പോണ്ടിംഗ് ചെയ്തത്. കഴിഞ്ഞ സീസണിൽ അവർക്കായി കളിച്ച അർഷദീപ് സിംഗിനെയും ഹർപ്രീത് ബ്രാറിനെയും വീണ്ടും തിരികെ ടീമിലെത്തിച്ചു. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. നല്ല ഫയർ പവറുള്ള എക്സ്പ്ലോസീവായ ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ്. ലേലത്തിന് മുന്നേ തന്നെ അവർ നിലനിർത്തിയ പ്രഭ്സിമ്രാൻ സിംഗ് തന്നെയായിരിക്കും നാളെ അവർക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നാൽ പഞ്ചാബിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ ഓപ്പണിംഗ് സ്ലോട്ട് ഫിക്സ്ഡ് അല്ലെന്ന് ഞാൻ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവിടെ ഇപ്പോൾ പ്രധാനമായി 2 ഓപ്ഷനുകളാണ് വരാൻ സാധ്യത. ഒന്ന് ജോഷ് ഇംഗ്ലിസ് ആണ്, ഓസീസ് വിക്കറ്റ് കീപ്പർ. പേസ് ബോളിംഗിനെതിരെയായാലും സ്പിന്നെതിരെയായാലും 140 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരമാണ് ജോഷ് ഇംഗ്ലിസ്. ഒരു സ്ഥിരം ഓപ്പണർ അല്ലെങ്കിൽ കൂടി ഓപ്പണിംഗ് റോളിൽ ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും ഇംഗ്ലിസ്. എന്നാൽ ഇംഗ്ലിസിനെ ഓപ്പണിംഗിൽ കളിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് 3 ഫോറിൻ സ്ലോട്ടുകൾ മാത്രമാണുള്ളത്. ഗ്ലെൻ മാക്സ്വെൽ, മാർക്കസ് സ്റ്റോയിനിസ്, മാർക്കോ യാൻസൺ എന്നിവർ ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടറായ അസ്മത്തുള്ള ഒമർ സായിയെ കളിപ്പിക്കാൻ കഴിയാതെ വരും. ഒമർ സായി നിലവിൽ ഏകദിനത്തിൽ നമ്പർ 1 ഓൾറൗണ്ടറാണ്. ഇക്കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒമർ സായിയെ ടീമിലേക്ക് കൊണ്ടുവരാൻ പഞ്ചാബ് തീരുമാനിക്കുകയാണെങ്കിൽ യുവതാരമായ പ്രിയാൻ ഷാരിയായിരിക്കും ഇംഗ്ലീഷിന് പകരം ഓപ്പൺ ചെയ്യുക. നമുക്ക് അവരുടെ സാധ്യത പ്ലേയിങ് 12 നോക്കാം. ഓപ്പണിംഗിൽ പ്രഭ്സിമ്രാൻ സിംഗ്, ജോഷ് ഇംഗ്ലിസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് അല്ല എങ്കിൽ പ്രിയാൻ ഷാരി ആയിരിക്കും ഓപ്പൺ ചെയ്യുക. 1 ഡൗണായി ശ്രേയസ് അയ്യർ. പിന്നീട് 4-ാം നമ്പറിൽ ഗ്ലെൻ മാക്സ്വെൽ, മാർക്കസ് സ്റ്റോയിനിസ്, നേഹൽ വധേര. പിന്നീട് ഫിനിഷറായി ശശാങ്ക് സിംഗ്, അതുപോലെ മാർക്കോ യാൻസൺ, ഹർപ്രീത് ബ്രാർ, വിജയകുമാർ വൈശ, അർഷദീപ് സിംഗ്. പിന്നെ ഇമ്പാക്ട് പ്ലെയറായി യുസ്വേന്ദ്ര ചഹൽ. അവരുടെ നാളത്തെ പ്ലേയിങ് 12 ഇത് തന്നെ ആവാനാണ് സാധ്യത. ഇനി ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോഷ് ഇംഗ്ലിസ്, ഒമർ സായി സ്വാപ്പ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം രണ്ടുപേരും ഒരു ഫോർ റീപ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഓപ്പണിംഗിൽ പ്രിയാൻ ഷാരി ആയിരിക്കും വരുന്നത്. അപ്പോൾ ചെറിയ ചേഞ്ച് അതിനനുസരിച്ചുണ്ടാവും. ഇനി ഈ പ്ലേയിങ് 12 നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വളരെ എക്സ്പ്ലോസീവായ ബാറ്റേഴ്സ് ഉള്ള ഒരു ടീമാണിത്. ഓപ്പണറായി ഇറങ്ങുന്ന പ്രഭ്സിമ്രാൻ മുതൽ 8-ാമത് ഇറങ്ങുന്ന മാർക്കോ യാൻസൺ വരെ ബിഗ് ഹിറ്റിംഗ് കാപ്പബിലിറ്റീസ് ഉള്ള ബാറ്റേഴ്സ് ആണ്. 9-ാം നമ്പറിലുള്ള ഹർപ്രീത് ബ്രാറും അത്യാവശ്യം ബാറ്റ് ചെയ്യും. വളരെ നല്ല ഡെപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് അറ്റാക്ക് ആണിത്. അതായത് എതിർ ബൗളർമാരെ ഏത് നിമിഷവും ബിഗ് ഹിറ്റുകൾ കൊണ്ട് സമ്മർദ്ദത്തിലാക്കാൻ കഴിവുള്ള ബാറ്റിംഗ് യൂണിറ്റ്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ഒരു ഡേഞ്ചറസ് സൈഡാണ്. ഇനി ഇവരുടെ ഏതെങ്കിലും ഒരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ അല്പം ഒരു വീക്ക്നസ് എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ അത് ബോളിംഗിലായിരിക്കും. അർഷദീപ് സിംഗ് ഷുവർ ഷോട്ട് വിക്കറ്റ് ടേക്കർ ആണ്. അതുപോലെ തന്നെ യുസ്വേന്ദ്ര ചഹലും. ചഹലിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചഹൽ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ള ബോളറാണ്. കാരണം ഇല്ല കൊതിപ്പിച്ച് വിക്കറ്റ് ഇടുന്ന ഒരു ടൈപ്പ് ബോളറാണ് ചഹൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് എക്സ്പെൻസീവ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി മാർക്കോ യാൻസൺ ആയാലും വിജയകുമാർ വൈശാഖ് ആയാലും അല്പം എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ള ബൗളേഴ്സാണ്. അപ്പം ബാറ്റിംഗ് ഹൈലി എക്സ്പ്ലോസീവ് ആണ്. പിന്നെ എന്തെങ്കിലും ഒരു വീക്ക്നസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ബൗളിംഗിലായിരിക്കും. എന്നാൽ ഇനി ആ ഒരു ബൗളിംഗ് കുറച്ച് എക്സ്പെൻസീവ് ആയാൽ പോലും അതിനെ ഒരു ഓവർകം ചെയ്യാനുള്ള ആ ഒരു ഇഷ്യൂവിനെ ടാക്കിൾ ചെയ്യാനുള്ള ബാറ്റർമാർ അവരുടെ പക്കലുണ്ട് എന്നത് പഞ്ചാബിനെ ഒരു വളരെ ഡേഞ്ചറസ്, അതായത് ഈ സീസണിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ബാറ്റിംഗ് ലൈനപ്പ് ആക്കി ടീമാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റനിലും റിക്കി പോണ്ടിംഗ് എന്ന കോച്ചിലും ഒരുപാട് വിശ്വാസമുണ്ട്. അവർ നേരത്തെ ഒരുമിച്ചപ്പോഴാണ് ഡൽഹി ക്യാപിറ്റൽസ് ആദ്യമായി IPLന്റെ ഫൈനലിൽ എത്തുന്നത്. അന്ന് അവർ ഡൽഹിയിൽ കാണിച്ച ആ ഒരു മാജിക് ഇവിടെ പഞ്ചാബിന് വേണ്ടിയും ആവർത്തിക്കാനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ കുറച്ച് സീസണുകളെ അപേക്ഷിച്ച് പഞ്ചാബ് ആരാധകർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. അങ്ങനെയാണ് പഞ്ചാബിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് പോവാം. പഞ്ചാബിനെ അപേക്ഷിച്ച് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഗുജറാത്ത് ടൈറ്റൻസ് സ്വീകരിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞു പഞ്ചാബ് ആകെ 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സിനെ മാത്രം നിലനിർത്തിക്കൊണ്ടാണ് ഓപ്ഷനിലേക്ക് പോയത്. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് അങ്ങനെയല്ല. അവിടെ ആ ഒരു കോറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഓപ്ഷനിലേക്ക് പോയത്. ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ, റഷീദ് ഖാൻ, സായി സുദർശൻ, ഷാരൂഖ് ഖാൻ, രാഹുൽ തവാത്യ, സായി കിഷോർ എന്നീ താരങ്ങളെ GT നിലനിർത്തിയിരുന്നു. അതുകൂടാതെ ഓപ്ഷനിൽ കുറച്ച് മികച്ച താരങ്ങളെ കൊണ്ടുവരാനും അവർക്ക് കഴിഞ്ഞു. ഓപ്പണിംഗിൽ ജോസ് ബട്ട്ലറിന്റെ അഡിഷൻ ഇവരെ ഒന്നുകൂടി ഡേഞ്ചറസ് ആക്കും. ഇനി ഇവരുടെ സാധ്യത പ്ലേയിങ് 12 നോക്കിയാൽ ഓപ്പണേഴ്സായി ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ. അതുപോലെ മിഡിൽ ഓർഡറിൽ സായി സുദർശൻ, ഗ്ലെൻ ഫിലിപ്സ്, ഷാരൂഖ് ഖാൻ. പിന്നീട് വാഷിംഗ്ടൺ സുന്ദർ, രാഹുൽ തവാത്യ, റഷീദ് ഖാൻ, സായി കിഷോർ, കഗിസോ റബാദ, മുഹമ്മദ് സിറാജ്. പിന്നീട് ഇമ്പാക്ട് പ്ലെയറായി പ്രസിദ്ധ് കൃഷ്ണ. മികച്ചൊരു ടോപ്പ് ഓർഡറാണ് ഈ ടീമിനുള്ളത്. ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ, സായി സുദർശൻ. ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ടിന്റെ ഇതിഹാസമാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് വൈറ്റ് ബോൾ ക്രിക്കറ്റേഴ്സ് ഇംഗ്ലണ്ട് ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന താരമാണ് ജോസ് ബട്ട്ലർ. ശുഭ്മാൻ ഗില്ലും മികച്ച ഫോമിലാണ് IPLലേക്ക് എത്തുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ മികച്ച രീതിയിൽ കളിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. ഇനി സായി സുദർശൻ കൺസിസ്റ്റന്റ് ആയ പ്ലെയർ ആണ്. കഴിഞ്ഞ സീസണുകളിൽ ഓപ്പണിംഗ് സ്ലോട്ടിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സായി സുദർശന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ ടീം നോക്കുമ്പോൾ അല്പം വീക്കായി തോന്നുന്നത് ഇവരുടെ മിഡിൽ ഓർഡർ ആണ്. അതായത് നമ്മളിപ്പോൾ പഞ്ചാബിന്റെ കാര്യം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ കാര്യം പറഞ്ഞ പോലെയോ ഒരു ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയ ഒരു മിഡിൽ ഓർഡർ ആയിട്ട് ഇവരുടെ തോന്നില്ല. ഗ്ലെൻ ഫിലിപ്സ്, ഷാരൂഖ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ, രാഹുൽ തവാത്യ.
എനിക്ക് ജി ടിയുടെ കാര്യം പറയുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ടി ഈ കാര്യത്തിലൊക്കെ ഒരു CSK ടൈപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മിനി CSK എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. അതിന് കാരണമുണ്ട്. 2022 അവർ കപ്പടിക്കുമ്പോൾ അവരുടെ മിഡിൽ ഓർഡർ ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മിഡിൽ ഓർഡർ ആയിരുന്നില്ല. സീസണിന്റെ തുടക്കത്തിൽ അങ്ങനെ ഗുജറാത്ത് ആ സീസൺ കപ്പടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ ആ ടീമിനെ വെച്ച് ഹാർദിക് പാണ്ഡ്യ കപ്പടിച്ചു. അതായത് CSKയുടെ കാര്യം പറയുന്നത് പോലെ അവർക്കുള്ള റിസോഴ്സസിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കുന്ന ടീമാണ് GT. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഡിൽ ഓർഡർ വെച്ചിട്ട് അവർ നന്നായി പെർഫോം ചെയ്തതിൽ അതിലൊട്ടും അതിശയപ്പെടാനില്ല. 2022 അങ്ങനെ ആ ടീമിനെ എഴുതി തള്ളിയവർക്ക് അവർ കിരീടം നേടിയാണ് മറുപടി കൊടുത്തത്. ഈ സീസണിലും ഒരുപക്ഷെ അത് ആവർത്തിച്ചെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ ആ മിഡിൽ ഓർഡർ മോശമാണെന്ന് പറഞ്ഞാലും അതിനെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ബൗളിംഗിലേക്ക് വന്നാൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ഈ ഒരു മിഡിൽ ഓർഡറിനെ ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്ട്രോങ് ആണ് അവരുടെ ബൗളിംഗ് എന്ന് പറയുന്നത്. റഷീദ് ഖാൻ വേൾഡ് ക്ലാസ് ലെഗ് സ്പിന്നർ ആണ്. ഈ കഴിഞ്ഞ SA T20 MI കേപ്റ്റൗൺ ആണ് കിരീടം നേടിയത്. അപ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിച്ച താരങ്ങളാണ് റഷീദ് ഖാനും കഗിസോ റബാദയും. അവരുടെ ഒരു ബോളിംഗ് പെർഫോമൻസ് MI കേപ്റ്റൗണിന്റെ കിരീടധാരണത്തിൽ നിർണായകമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോം അവർക്ക് ഇവിടെയും ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ അവർക്ക് കൂട്ടായിട്ട് മുഹമ്മദ് സിറാജ് ഉണ്ട്. നമുക്കറിയാം മുഹമ്മദ് സിറാജ് കുറച്ച് എക്സ്പെൻസീവ് ആവുമെങ്കിലും അത്യാവശ്യം ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കുന്ന നല്ല വിക്കറ്റ് ടേക്കിംഗ് കേപ്പബിലിറ്റി ഉള്ള ബോളറാണ്. ചിലപ്പോൾ എക്സ്പെൻസീവ് ആവും, സ്വാഭാവികമാണ്. അപ്പം കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി എക്സ്പെൻസീവ് ആയിരുന്നുവെങ്കിലും നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ആ ഒരു സ്വിംഗിങ് കണ്ടീഷൻ മുഹമ്മദ് സിറാജിനെ തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ഏഷ്യ കപ്പിൽ ശ്രീലങ്കയുടെ ടോപ്പ് ഓർഡറിനെ നിഷ്കരുണം എറിഞ്ഞ് ഒതുക്കിയതാണ് സിറാജ്. അപ്പോൾ അതുപോലെ ബോൾ സ്വിംഗ് ചെയ്യിച്ച് വിക്കറ്റ് എടുക്കാൻ ആ ഒരു ഹാർഡ് ലെങ്കിൽ ഒരു ടെസ്റ്റ് മാച്ച് ലെങ്കിലൊക്കെ എറിഞ്ഞ് വിക്കറ്റ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ് സിറാജ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് യൂട്ടിലൈസ് ചെയ്യാൻ സിറാജിന് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും GTക്ക് ഗുണകരമാവും. പിന്നീട് ആ ടീമിൽ ബോളറായിട്ടുള്ളത് സായി കിഷോർ പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും നന്നായി എറിയാൻ കഴിവുള്ള ബോളറാണ്. അതുപോലെ പ്രസിദ്ധ് കൃഷ്ണയുണ്ട്. അതുപോലെ കുറച്ച് ഒന്ന് ബോൾ ചെയ്യാനായിട്ട് രാഹുൽ തവാട്ടിയുണ്ട്. പിന്നീട് പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും അവർക്ക് യൂസ് ചെയ്യാനായിട്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോളിംഗ് യൂണിറ്റ് തന്നെയാണ് GTയുടേത്. ഇനി ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കിലേക്ക് വന്നാൽ ശുഭ്മാൻ ഗിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ബീസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള T20കളിൽ 1000-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരമാണ് ശുഭ്മാൻ ഗിൽ. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 160-ന് മുകളിലാണ്. അതുപോലെ ആവറേജ് ഏകദേശം ഒരു 72-നോട് അടുപ്പിച്ച് വരും. ആ ഒരു സ്റ്റേഡിയത്തിലെ കണ്ടീഷൻസ് നന്നായി അറിയാവുന്ന, അവിടെ എങ്ങനെ റൺ എടുക്കണം എന്ന് അറിയാവുന്ന ഒരു താരമാണ് ശുഭ്മാൻ ഗിൽ. അപ്പോൾ അതുകൊണ്ട് GTയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഗില്ലിന്റെ ഫോം നിർണായകമാകും. അതുപോലെ ബൗളിങ്ങിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഡെത്ത് ഓവേഴ്സിൽ അങ്ങനെ സ്ഥിരം സ്പിന്നർമാരെ യൂസ് ചെയ്യാറില്ല. നമുക്കറിയാം കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സ് ആണ് ഡെത്ത് ഓവേഴ്സിന്റെ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ GTയിലുള്ള റഷീദ് ഖാൻ, അതുപോലെ പഞ്ചാബ് കിങ്സിന്റെ യുസ്വേന്ദ്ര ചഹൽ, ഇവർ രണ്ടുപേരും ഡെത്ത് ബോളേഴ്സിൽ ബോൾ ചെയ്യുകയും അതുപോലെ തന്നെ വിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുള്ള ബൗളർമാരാണ്. നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിലായിരിക്കുമ്പോൾ സഞ്ജു സാംസൺ നിരവധി തവണ യുസ്വേന്ദ്ര ചഹലിനെ ഡെത്ത് ഓവേഴ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ GTയിലും റഷീദ് ഖാൻ ഡെത്ത് ഓവേഴ്സ് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെത്ത് ഓവേഴ്സിൽ അണ്ടർ 10 ഇക്കോണമി റേറ്റ് ഉള്ള 2 സ്പിന്നേഴ്സ് ആണ് ഈ യുസ്വേന്ദ്ര ചഹലും റഷീദ് ഖാനും. അപ്പോൾ അവരുടെ ആ ഒരു റെക്കോർഡ്, ആ ഒരു ഫോം ഈ സീസണിലും നിലനിർത്താനാവുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് പഞ്ചാബിന്റെ ബാറ്റേഴ്സും ഗുജറാത്തിന്റെ ബോളേഴ്സും തമ്മിലാവാനാണ് സാധ്യത. കഗിസോ റബാദ ഒരു എക്സലന്റ് സ്ട്രൈക്ക് ബോളറാണ്. അതുപോലെ റഷീദ് ഖാൻ ഉണ്ട്, മുഹമ്മദ് സിറാജ് ഉണ്ട്, പവർ പ്ലേയിൽ എറിയാൻ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് ബോളിംഗ് ഒന്നുകൂടെ സ്ട്രോങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ബോളിംഗ് സൈഡും അതുപോലെ തന്നെ പഞ്ചാബിന്റെ ആ ഒരു ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റേഴ്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ റഷീദ് ഖാന്റെ ആയാലും കഗിസോ റബാദയുടെ ആയാലും ആ ഒരു ചലഞ്ചിനെ പഞ്ചാബ് ബാറ്റേഴ്സ് എങ്ങനെ ഓവർകം ചെയ്യുന്നു, അതുപോലെ എങ്ങനെ ഹിറ്റ് ചെയ്യുന്നു, അതുപോലെ മിഡിൽ ഓവേഴ്സിൽ എങ്ങനെ സ്കോർ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ഈ മത്സരത്തിന്റെ ഭാവി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? പഞ്ചാബ് കിങ്സ് ആയിരിക്കുമോ അതോ ഗുജറാത്ത് ടൈറ്റൻസോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.